ഹലോ, ലീഡ് കോഡിൽ വാലിഡ് പാലിൻഡ്രോം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 125 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് സ്ട്രിങ്ങും 2 പോയിന്റേഴ്സും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവൺ എ സ്ട്രിങ് എസ് റിട്ടേൺ ട്രൂ ഇഫ് ഇറ്റ് ഈസ് എ പാലിൻഡ്രോം ഓർ ഫോൾസ് അതർവൈസ്. ഈ ക്വസ്റ്റ്യൻ 3 പാർട്ടായിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്നും പാലിൻഡ്രോം എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തെ പാർട്ടായിട്ട് നമ്മൾ സൊല്യൂഷൻ 1 ആൻഡ് അതിൻ്റെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സൊല്യൂഷൻ 2 അതാണ് മോർ ഒപ്റ്റിമൽ സൊല്യൂഷൻ, അതിൻ്റെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് തന്നെ പാലിൻഡ്രോം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട് എ ഫ്രേസ് ഈസ് എ പാലിൻഡ്രോം ഇഫ് ആഫ്റ്റർ കൺവേർട്ടിംഗ് ഓൾ അപ്പർ കേസ് ലെറ്റേഴ്സ് ഇൻ ടു ലോവർ കേസ് ലെറ്റേഴ്സ് ആൻഡ് റിമൂവിംഗ് ഓൾ നോൺ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ഇറ്റ് റീഡ്സ് ദ സെയിം ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ആൽഫ ന്യൂമറിക് ക്യാരക്ടർ ഇൻക്ലൂഡ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും അതിൽ ക്യാരക്ടേഴ്സ് സെയിം ആയിരിക്കണം. പിന്നെ നമുക്കിതിനെ അപ്പർ കേസ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ലോവർ കേസ് ലെറ്റേഴ്സ് ആയിട്ട് മാറ്റാം. അതുപോലെ സ്പേസ്, അതുപോലെ നോൺ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ A to Z സ്മോൾ a to Z 0 to 9 ഇതാണ് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പാലിൻഡ്രോംസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ മലയാളം, അമ്മ, നളൻ, നിതിൻ, ലാൽ, റൊട്ടേറ്റർ, 1001, എം ടി സ്ട്രിങ്, ലെവൽ, എ. പിന്നെ ഇതൊക്കെയും പാലിൻഡ്രോംസ് ആണ്. ഫോർ എക്സാമ്പിൾ മലയാളം എന്ന വാക്ക് നമ്മൾ ലാസ്റ്റ് ലെറ്റർ ഇവിടെ എം ആണ്, സെക്കൻഡ് ലാസ്റ്റ് എ, അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് റിവേഴ്സ് ഇട്ട് എഴുതിയാലും മലയാളം തന്നെയാണ് നമ്മൾ വായിക്കണം. അപ്പോൾ അതൊരു പാലിൻഡ്രോമാണ്. ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അപ്പർ കേസ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ലോവർ കേസ് ലെറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ നോൺ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് റിമൂവ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ മലയാളം എന്ന എക്സാമ്പിളിൽ ക്യാപിറ്റൽ എം നമുക്ക് ലോവർ കേസ് ലെറ്റർ ആയിട്ട് മാറ്റുമ്പോൾ സ്മോൾ ലെറ്റർ എം ആയിട്ട് മാറും. അതുപോലെ നോൺ ആൽഫ ന്യൂമറിക്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് റിമൂവ് ചെയ്യാമെന്ന് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി മലയാളം, അമ്മ, നളൻ, നിതിൻ, ലാൽ, റൊട്ടേറ്റർ, 1001, എം ടി സ്ട്രിങ്, ലെവൽ, എ, ABC, BA, 12321 ഇതൊക്കെ പാലിൻഡ്രോംസ് തന്നെയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നമ്മൾ അമ്മ എന്ന് എഴുതിയിട്ടില്ലേ, ആ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഇത് ലാസ്റ്റ് ലെറ്റർ എ, സെക്കൻഡ് ലാസ്റ്റ് ക്യാരക്ടർ എം, പിന്നെ ക്യാപിറ്റൽ എ. അപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം ക്ലീൻ ചെയ്യേണ്ട അതിൻ്റെ സ്റ്റെപ്പായിട്ട് നമുക്ക് ക്യാപിറ്റൽ എ ലോവർ കേസ് ആക്കി മാറ്റാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ സ്ട്രിങ്ങും റിവേഴ്സ്ഡ് സ്ട്രിങ്ങും പാലിൻഡ്രോംസ് ആണ്. അതുപോലെ തന്നെയാണ് മറ്റ് എക്സാമ്പിൾസ് ആയ നളൻ, നിതിൻ, ലാൽ, റൊട്ടേറ്റർ, 1001, 12321 ഇതൊക്കെ. ഇനി ഫ്രേസസും പാലിൻഡ്രോംസ് ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നോ ലെമൺ, നോ മെലൺ ഇതൊരു ഫ്രേസാണ്, ഇതൊരു സിംഗിൾ വേർഡ് അല്ല. അപ്പോൾ ഇതിൽ ക്യാപിറ്റലായിട്ട് വരുന്ന വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സ്മോൾ ലെറ്റർ ആക്കാം. അതുപോലെ സ്പേസസ്, അതുപോലെ അതുപോലത്തെ നോൺ ആൽഫ ന്യൂമറിക്സ് വരാണെങ്കിൽ അത് റിമൂവ് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ റിവേഴ്സ് എഴുതുമ്പോഴും ഒറിജിനൽ സ്ട്രിങ് ആദ്യം തുടങ്ങി എഴുതുമ്പോഴും സെയിം ആയിരിക്കും. ഈ എക്സാമ്പിളിൽ വാസ് ഇറ്റ് എ കാർ, ഓർ എ റാറ്റ് ഐ സോ ഇതിലെ അപ്പർ കേസ് ലോവർ കേസ് ആക്കിയിട്ട് സ്പേസൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതും ഒരു പാലിൻഡ്രോം തന്നെയാണ്. ഇനി ആൽഫ ന്യൂമറിക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ A to Z, സ്മോൾ a to Z, 0 to 9 ഈ റേഞ്ചിൽ വരുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ആൽഫ ന്യൂമറിക്സ് എന്ന് പറയണത്. ഇനി ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ സൊല്യൂഷൻ 1 ആണ് ഡിസ്കസ് ചെയ്യണത്. ഇത് അത്ര ഒപ്റ്റിമൈസ്ഡ് സൊല്യൂഷൻ അല്ല, കാരണം ഇവിടെ കുറച്ച് എക്സ്ട്രാ മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻബിൽഡ് ഫംഗ്ഷനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ പെർസ്പെക്റ്റീവിൽ ഇത് അത്ര സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ അല്ല. എന്നാലും നമുക്ക് കോഡിങ്ങിൻ്റെ ലോജിക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണത്. അതിനുവേണ്ടി ഞാനൊരു ഇൻപുട്ട് സ്ട്രിങ് ആയ നോ ലെമൺ, നോ മെലൺ ഞാനൊരു ഫ്രേസാണ് എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്പേസും കോമയും അതുപോലെ നോൺ ആൽഫ ന്യൂമറിക്സ് കളയുന്നതൊക്കെ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. ഇനി ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം അതിൻ്റെ സ്റ്റെപ്സാണ് ഞാനിവിടെ ഒരു ഫ്ലോ ഡയഗ്രാം പോലെ എഴുതി വെച്ചേക്കണേ. അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻ്റെ സ്റ്റെപ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ആൽഫ ന്യൂമറിക്സ്, സ്പേസ്, നോൺ ആൽഫ ന്യൂമറിക്സ് ഒക്കെ നമ്മൾ കളയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് മാത്രം വയ്ക്കുകയാണ്. നമ്മൾ ലോവർ കേസ് ലെറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ സ്ട്രിങ് റിവേഴ്സ് ചെയ്തിട്ട് ഒറിജിനൽ സ്ട്രിങ് ആയിട്ട് ചെക്ക് ചെയ്യാണ് പാലിൻഡ്രോം ആണോ എന്ന്.
അപ്പോൾ ഇതാണ് സൊല്യൂഷൻ 1ൻ്റെ അപ്രോച്ച്. നമുക്ക് കോഡിങ് സമയത്തൊക്കെയും ലോജിക്ക് ഇമ്പ്രൂവ് ചെയ്യാനാണ് ഞാൻ ഈ സൊല്യൂഷൻ എഴുതണേ. പക്ഷേ ഇത് ഞാനൊരു സജസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ അല്ല. ഇനി ഇത് പൈത്തണിൽ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു എം ടി സ്ട്രിങ് ഇനീഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ നമുക്ക് എക്സ്ട്രാ സ്പേസ് ഈ സൊല്യൂഷനിലെ അപ്രോച്ചിലുണ്ടെന്ന്. അപ്പോൾ അതാണ് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിൽ ആൽഫ ന്യൂമറിക്സ് മാത്രമേ നമുക്ക് ഈ ക്ലീൻഡ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ എം ടി സ്ട്രിങ് ആയിട്ട് ഇനീഷ്യേറ്റ് ചെയ്യണം, ഇതിലേക്ക് സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു എം ടി സ്ട്രിങ് ആയ ക്ലീൻഡ് സ്ട്രിങ് ഇനീഷ്യേറ്റ് ചെയ്ത് ഇനി അടുത്തത് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് ആയ എസ് സിയിലെ ഓരോ ക്യാരക്ടേഴ്സിൽ കൂടെ നമ്മൾ ഐട്രേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഫോർ ലൂപ്പ് എഴുതാണ്. എന്നിട്ട് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിലെ ഓരോ ക്യാരക്ടേഴ്സിൽ കൂടെയും ലൂപ്പ് ചെയ്ത് പോവുകയാണ്. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യാണ് നമ്മുടെ ക്യാരക്ടർ ഒരു ആൽഫ ന്യൂമറിക് ആണോ അല്ലയോ എന്ന്. ആൽഫ ന്യൂമറിക് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലീൻഡ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എം ടി സ്ട്രിങ്ങിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വയ്ക്കും. ഇനിയിപ്പോൾ ആൽഫ ന്യൂമറിക് അല്ലെങ്കിൽ നമുക്ക് ലൂപ്പ് എൻഡ് ചെയ്യാം, കാരണം അതൊരു പാലിൻഡ്രോം അല്ലായിരിക്കും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് പൈത്തണിലെ ഇൻബിൽഡ് ഫംഗ്ഷനായ ഈസ് ആൽ ന്യൂ, ഈസ് ആൽഫ ന്യൂമറിക് ആണോ എന്ന് ചെക്ക് ചെയ്യണ ഒരു ഇൻബിൽഡ് ഫംഗ്ഷനാണ് ഇത്. അപ്പം ഇൻ്റർവ്യൂ സമയത്ത് നമുക്ക് ഇങ്ങനെ ഇൻബിൽഡ് ഫംഗ്ഷൻസ് ഉപയോഗിക്കാൻ ചിലപ്പോൾ ഇൻ്റർവ്യൂവർ സമ്മതിക്കണമെന്നില്ല. എന്നാലും ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് ഈ സൊല്യൂഷൻ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യണ ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ആണെങ്കിൽ നമ്മൾ ക്ലീൻഡ് സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഈ എക്സാമ്പിളിൽ ആദ്യത്തെ ക്യാരക്ടർ എൻ, അതൊരു ആൽഫ ന്യൂമറിക് ആണോ എന്ന് നോക്കും. അപ്പോൾ അതെ, ഇത് ക്യാപിറ്റൽ എ ടു സെറ്റിൽ വരുന്ന ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞൊരു ആൽഫ ന്യൂമറിക് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളത് എം ടി സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്യാരക്ടർ ഓയിലേക്ക് പോകും. അത് ആൽഫ ന്യൂമറിക് ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ അത് ആ സ്ട്രിങ്ങിലേക്ക് സേവ് ചെയ്യും. പിന്നെ ഒരു സ്പേസ് ആണ്, അപ്പോൾ അത് ആൽഫ ന്യൂമറിക് അല്ല, അപ്പോൾ നമ്മളത് സേവ് ചെയ്യേണ്ട. പിന്നെ നമ്മൾ അടുത്ത ക്യാരക്ടറായ എല്ലിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യും. അങ്ങനെ നമ്മൾ അവസാനം വരെ പോയിട്ട് നമ്മുടെ ക്ലീൻഡ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിൽ ആൽഫ ന്യൂമറിക്സ് മാത്രം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതിൻ്റെ കോഡാണ് ഞാനിവിടെ എഴുതണത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും ലെറ്റർ അപ്പർ കേസ് ആണെങ്കിൽ നമുക്കതിനെ ലോവർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ എക്സാമ്പിളിൽ ആദ്യത്തേത് ക്യാപിറ്റൽ എൻ ആണ്. അപ്പം അത് ഒരു അപ്പർ കേസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ലോവർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിൽ പൈത്തണിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇൻബിൽഡ് ഫംഗ്ഷനാണ് ഡോട്ട് ലോവർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഈ കോഡിൽ നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ഡോട്ട് ലോവറിന് എഴുതി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അപ്പർ കേസ് ആയിട്ട് ഇരിക്കണ ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് ലോവർ കേസ് ആയിട്ട് മാറിക്കോളും. ഇനി നമുക്ക് നമ്മുടെ ക്ലീൻഡ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ക്ലീൻഡ് സ്ട്രിങ് പ്ലസ് ഈക്വൽ ടു ക്യാർ ഡോട്ട് ലോവർ. അങ്ങനെ ചെയ്യുമ്പോൾ ക്യാരക്ടർ ലോവർ കേസ് ആയിട്ട് അത് നമ്മുടെ ക്ലീൻഡ് സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചോളും. അതിനുശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രിങ് റിവേഴ്സ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഇൻപുട്ട് സ്ട്രിങ്ങും റിവേഴ്സ്ഡ് സ്ട്രിങ്ങും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. അങ്ങനെയാണെങ്കിലാണ് അതൊരു പാലിൻഡ്രോം ആവുള്ളൂ. അപ്പോൾ സ്ട്രിങ് റിവേഴ്സ് ചെയ്യണതിൻ്റെ കോഡാണ് അടുത്തത് നമ്മൾ എഴുതാൻ പോണേ. അതിന് പൈത്തണിൽ നമുക്ക് -1 സ്റ്റെപ്പ് സൈസ് കൊടുത്തിട്ട് ലാസ്റ്റ് ഇൻഡെക്സിൽ നിന്ന് ഫസ്റ്റ് ഇൻഡെക്സ് വരെ പോയാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഒറിജിനൽ സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ്ഡ് ഫോം കിട്ടും. അപ്പോൾ അതെങ്ങനെ എഴുതണേ നമുക്ക് നോക്കാം. അപ്പോൾ ക്ലീൻഡ് സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ്ഡ് ഫോം കിട്ടി. നമ്മൾ ചെക്ക് ചെയ്യാണ് അത് നമ്മുടെ ഇൻപുട്ട് ക്ലീൻ സ്ട്രിങ് ആയിട്ട് സെയിം ആണോ എന്ന്. സെയിം ആണെങ്കിൽ റിട്ടേൺ ട്രൂ ആയിരിക്കും. അപ്പോൾ അതൊരു പാലിൻഡ്രോം ആണ് നമുക്ക് മനസ്സിലാവും. ഇൻ കേസ് ഇത് രണ്ടും സെയിം അല്ലെങ്കിൽ റിട്ടേൺ ഫോൾസ് ആയിരിക്കും. അപ്പോൾ അത് പാലിൻഡ്രോം അല്ലായിരിക്കും. ഇനി ഇതിൻ്റെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടൈം കോംപ്ലക്സിറ്റി O(n) ആണ്. കാരണം ഇത് ഒരു പ്രാവശ്യം ആ സ്ട്രിങ്ങിൻ്റെ ഒരു അറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ എന്തായാലും ഐട്രേറ്റ് ചെയ്യണം, എന്നാലാണ് നമുക്ക് ക്യാരക്ടേഴ്സ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി O(n) ആണ്. ഇനി സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(n) തന്നെയാണ്. കാരണം നമുക്കിവിടെ ക്ലീൻഡ് സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു എം ടി സ്ട്രിങ് ആയി തന്നെ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ റിവേഴ്സ്ഡ് സ്ട്രിങ്ങും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് രണ്ടിനും മെമ്മറി എക്സ്ട്രാ ഓക്യുപ്പൈ ആവും. അതുകൊണ്ടാണ് സ്പേസ് കോംപ്ലക്സിറ്റി O(n). ഇനി ഈ മെത്തേഡ് നമുക്ക് ഒറ്റ ഒരു ലൈൻ ഓഫ് കോഡിൽ തീർക്കാം. നമ്മുടെ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ
സ്ട്രിംഗ് സ്ലൈസിങ് ഈ 2 മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ നേരത്തെ എഴുതിയ മൾട്ടിപ്പിൾ ലൈൻ ഓഫ് കോഡ്സ് ഒറ്റ ഒരു ലൈനിൽ നമുക്ക് തീർക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ക്ലീൻഡ് സ്ട്രിംഗ് ഈക്വൽ ടു empty string ഡോട്ട് ജോയിൻ ക്യാരക്ടർ ലോവർ അങ്ങനെ പറഞ്ഞ് ഈ ലൈൻ എഴുതിയേക്കണം. അത് കഴിഞ്ഞ് നേരത്തെ ചെക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ റിവേഴ്സ്ഡ് സ്ട്രിങ്ങും നമ്മുടെ ക്ലീൻഡ് സ്ട്രിങ്ങും സെയിം ആണോ എന്ന് നോക്കും. എന്നിട്ട് സെയിം ആണെങ്കിൽ റിട്ടേൺ ട്രൂ ചെയ്യും. അപ്പോൾ ഇതിൻ്റെയും ടൈം കോംപ്ലക്സിറ്റി O(n) സ്പേസ് കോംപ്ലക്സിറ്റി O(n) കാരണം ഇത് രണ്ടും സെയിം മെത്തേഡ് തന്നെയാണ്. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ സൊല്യൂഷൻ ആക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. ഇനി സൊല്യൂഷൻ 2 അപ്രോച്ച് എങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് മോർ ഒപ്റ്റിമൈസ്ഡ് സൊല്യൂഷൻ. ഇതിനെ നമ്മൾ 2 പോയിന്റർ ടെക്നിക്ക് എന്നാണ് പറയണേ. അപ്പം ഇതിൻ്റെ ഫ്ലോ ചാർട്ടാണ് ഞാനിവിടെ വരച്ച് വെച്ചേക്കണേ. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ എടുത്തേക്കണ ഇൻപുട്ട് സ്ട്രിങ് നോ ലെമൺ നോ മെലൺ എന്ന് പറഞ്ഞ് നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ലെഫ്റ്റ് പോയിന്റർ നമ്മുടെ ആദ്യത്തെ ഇൻഡെക്സ്, അപ്പോൾ ആദ്യത്തെ പൊസിഷനിൽ ഇവിടെ ക്യാപിറ്റൽ N, അവിടെ ലാസ്റ്റ് ഇൻഡെക്സിൽ സ്മോൾ n, അതാണ് ലാസ്റ്റ് ഇൻഡെക്സിലുള്ള ക്യാരക്ടർ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് പോയിന്ററിലും റൈറ്റ് പോയിന്ററും സെറ്റ് ചെയ്തു. ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യും ഈ ലെഫ്റ്റ് പോയിന്ററിലും റൈറ്റ് പോയിന്ററിലുള്ള ക്യാരക്ടേഴ്സ് സെയിം ആണോ. സെയിം അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ പറയാം ഇതൊരു നോൺ പാലിയൻഡ്രോം ആണ്. ഇനിയിപ്പോൾ ഇത് രണ്ട് സെയിം ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ട് സെയിം ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് പോയിന്റർ റൈറ്റിലേക്കും റൈറ്റ് പോയിന്റർ ലെഫ്റ്റിലേക്ക് നമ്മൾ സ്ലൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ അടുത്ത ക്യാരക്ടറിലേക്ക് എത്തും. അതൊരു ആൽഫ ന്യൂമറിക് ആണോ എന്ന് ചെക്ക് ചെയ്യും. ആൽഫ ന്യൂമറിക് ആണെങ്കിൽ അത് രണ്ടും കമ്പയർ ചെയ്യും. അത് രണ്ടും സെയിം ആണെങ്കിൽ വീണ്ടും നമ്മൾ ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും സ്ലൈഡ് ചെയ്യും. ഇപ്പോൾ ലെഫ്റ്റ് പോയിന്റർ സ്ലൈഡ് ചെയ്തപ്പോൾ നമുക്കൊരു സ്പേസ് ആണ് കിട്ടിയത്, എംപ്റ്റി സ്പേസ്. അതൊരു ആൽഫ ന്യൂമറിക് അല്ല. റൈറ്റ് പോയിന്ററിലുള്ളത് എല്ലാണ്, അതൊരു ആൽഫ ന്യൂമറിക് ആണ്. അപ്പോൾ നമുക്ക് റൈറ്റ് പോയിന്റർ അവിടെ തന്നെ വെച്ച് ലെഫ്റ്റ് പോയിന്റർ ഒന്നും കൂടി സ്ലൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിക്കണ ലെഫ്റ്റ് പോയിന്ററിലുള്ള ക്യാരക്ടർ എല്ലാണ്, റൈറ്റ് പോയിന്ററിലുള്ള ക്യാരക്ടറും എല്ലാണ്. അപ്പോൾ അത് രണ്ട് സെയിം ആണ്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും സ്ലൈഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴുള്ള ക്യാരക്ടേഴ്സ് ഇ ആണ്. ലെഫ്റ്റ് പോയിന്ററിലും റൈറ്റ് പോയിന്ററിലും സെയിം ക്യാരക്ടർ ആയതുകൊണ്ട് അവർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. വീണ്ടും നമ്മൾ സ്ലൈഡ് ചെയ്തു. ഇപ്പോഴുള്ള ക്യാരക്ടർ എം ആണ്. അതും ലെഫ്റ്റ് പോയിന്ററിലുള്ള റൈറ്റ് പോയിന്ററിലുള്ള ക്യാരക്ടർ സെയിം ആണ്. നമ്മൾ വീണ്ടും സ്ലൈഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ സ്ലൈഡ് ചെയ്തപ്പോൾ റൈറ്റ് പോയിന്ററിലുള്ളത് ഒരു എംപ്റ്റി സ്പേസും ലെഫ്റ്റ് പോയിന്ററിലുള്ളത് അതൊരു ആൽഫ ന്യൂമറിക് ആണ്. പക്ഷേ റൈറ്റ് പോയിന്ററിലുള്ളത് ഒരു ആൽഫ ന്യൂമറിക് അല്ലാത്തതുകൊണ്ട് നമ്മൾ റൈറ്റ് പോയിന്റർ മാത്രം ഒന്നും കൂടി സ്ലൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ രണ്ട് സ്ഥലത്തും ആണ് ക്യാരക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും സ്ലൈഡ് ചെയ്തപ്പോൾ നമുക്ക് വന്ന ക്യാരക്ടർ എൻ ആണ്. അത് രണ്ടും സെയിം ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും സ്ലൈഡ് ചെയ്യും. അപ്പോൾ സ്ലൈഡ് ചെയ്ത് വന്നപ്പോൾ ലെഫ്റ്റ് പോയിന്റർ ഇപ്പോൾ ഉള്ളത് കോമയിലും റൈറ്റ് പോയിന്റർ എംപ്റ്റി സ്പേസിലാണുള്ളത്. അപ്പോൾ അത് ആൽഫ ന്യൂമറിക്സ് അല്ലാണ്ട് നമ്മൾ വീണ്ടും ഇത് രണ്ട് സ്ലൈഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും ക്രോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് ഐട്രേഷൻ ഇവിടെ നിർത്താം. ഒന്നുകിൽ ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും സെയിം ക്യാരക്ടറിൻ്റെ പൊസിഷനിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത് രണ്ടും ക്രിസ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഐട്രേഷൻ നിർത്താം. ഇതിലിപ്പോൾ ഈവൺ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതാണ് ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും ക്രോസ് ചെയ്തത്. ഓഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ലെഫ്റ്റ് പോയിന്റർ റൈറ്റ് പോയിന്റർ ഒരേ പൊസിഷനിൽ വെച്ചാണ് ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യും. ഇനിയിപ്പോൾ മലയാളം തുടങ്ങിയ ഒറ്റ വേർഡുള്ള പാലിൻഡ്രോംസ് ആണെങ്കിൽ നമുക്ക് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ പോകേണ്ട, പകുതിക്ക് നിർത്താം. കാരണം ഇവിടെ വേറെ എംപ്റ്റി സ്പേസസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ n/2 ഇപ്പോൾ ലെങ്ത് ഓഫ് സ്ട്രിങ് n ആണെങ്കിൽ n/2 വെച്ച് നമുക്ക് ഐട്രേഷൻ സോൾവ് ചെയ്യാം, ഐട്രേഷൻ നിർത്താം. അപ്പോൾ ഈ സൊല്യൂഷൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം തന്നെ ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററിലുള്ള ക്യാരക്ടേഴ്സ് സെയിം ആണോ എന്ന് നോക്കുന്നു. സെയിം ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും സ്ലൈഡ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ അപ്പർ കേസുള്ള എന്തെങ്കിലും ലോവർ കേസ് ആയിട്ട് ക്യാരക്ടേഴ്സ് ലെഫ്റ്റ് പോയിന്ററിലും റൈറ്റ് പോയിന്ററിലും ഉള്ളത് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇനി ഇത് പൈതൺ വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സൊല്യൂഷൻ 2ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയണത് 2 പോയിന്റർ ടെക്നിക് എന്നാണ്. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ലെഫ്റ്റ് പോയിന്റർ 0th പൊസിഷനിൽ സെറ്റ് ചെയ്യാം. അതുപോലെ റൈറ്റ് പോയിന്റർ ലാസ്റ്റ് പൊസിഷൻ. ഇപ്പോൾ ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് സ്ട്രിങ് -1 ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് എവിടെയും വരെയാണ് ഇത് ഐട്രേറ്റ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും ഒരേ പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ അത് ക്രിസ് ക്രോസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണ ഒരു വൈൽ ലൂപ്പാണ് ഇവിടെ എഴുതിയേക്കണേ. വൈൽ ലെഫ്റ്റ് പോയിന്റർ ഈസ് ലെസ് ദാൻ റൈറ്റ് പോയിന്റർ. ഇവിടെ വരെ നമുക്ക് ഈ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റ് പോയിന്റേഴ്സ് നമുക്ക് റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യണം, ആൽഫ ന്യൂമറിക് അല്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ. അതുപോലെ റൈറ്റ് പോയിന്റേഴ്സ് നമുക്ക് ലെഫ്റ്റിലേക്കും സ്ലൈഡ് ചെയ്യണം. നമ്മൾ
ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കണം വരെ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒരു വൈൽ ലൂപ്പ് എഴുതി. വൈൽ ലെഫ്റ്റ് പോയിന്റർ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ നേരത്തെ സൊല്യൂഷൻ 1 എഴുതിയപ്പോൾ നമ്മൾ ഈസ് ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞ ഒരു ഇൻബിൽഡ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ ഈ സൊല്യൂഷനിൽ നമ്മൾ ഒരു ഹെൽപ്പർ ഫംഗ്ഷനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാണ് ഇൻബിൽഡ് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആ ഹെൽപ്പർ ഫംഗ്ഷൻ ഡിഫൈൻ ഈസ് ആൽഫ ന്യൂമറിക് എങ്ങനെ എഴുതണമെന്ന് നോക്കാം. അപ്പോൾ ആൽഫ ന്യൂമറിക് നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ A to Z, സ്മോൾ a to Z, 0 to 9 ഇങ്ങനെ വരുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അത് ആൽഫ ന്യൂമറിക് ആയിരിക്കും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആസ്കി വാല്യൂസ് ആണ് നോക്കണം. അപ്പം ഇതൊരു ടേബിളാണ് ആസ്കി വാല്യൂസിൻ്റെ. ഇതിൽ ക്യാപിറ്റൽ A to Zന് ഓരോ വാല്യൂ ഉണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 65 ആണ്. ക്യാപിറ്റൽ Zൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 90 ആണ്. സ്മോൾ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 97 ആണ്. സ്മോൾ Zൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 122 ആണ്. അതുപോലെ 0 to 9ലും വാല്യൂസ് ഉണ്ട്. 0ൻ്റെ വാല്യൂ 0 തന്നെയാണ്. 9ലെ വാല്യൂ 9 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ആസ്കി ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. കമ്പ്യൂട്ടറിൽ ഓരോ ക്യാരക്ടർ ABCDക്കൊക്കെ ഓരോ ആസ്കി നമ്പർ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ പൈത്തണിൽ ഉപയോഗിക്കുന്നത് ഓർഡിനൽ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാരക്ടർ ക്യാപിറ്റൽ Aയിലും ക്യാപിറ്റൽ Zൻ്റെയും ഇടയ്ക്ക് വരുന്ന ആസ്കി വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ സ്മോൾ ലെറ്റർ Aയിലും സ്മോൾ ലെറ്റർ Zലും വരുന്ന ഒരു ക്യാരക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ 0ൻ്റെയും 9ൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു ക്യാരക്ടർ ആണോ എന്നും ചെക്ക് ചെയ്യണം. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ നിലവിൽ നമ്മൾ നോക്കുന്ന ക്യാരക്ടർ ഒരു ആൽഫ ന്യൂമറിക് ആണെന്ന്. അപ്പോൾ ഇത് റിട്ടേൺ ട്രൂ ആയിക്കോളും ആൽഫ ന്യൂമറിക് ആവണ കേസിൽ, അല്ലെങ്കിൽ റിട്ടേൺ ഫോൾസ് ആയിക്കോളും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മുടെ ലെഫ്റ്റ് പോയിന്റർ ആൽഫ ന്യൂമറിക് ആവണ ഒരു ക്യാരക്ടറിലാണോ എന്നാണ് നോക്കണേ. അപ്പം ഇപ്പോൾ സ്പേസ്, കോമ തുടങ്ങിയ നോൺ ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലാണെങ്കിൽ നമ്മൾ റിട്ടേൺ ഫോൾസ് ആയിരിക്കും നമ്മുടെ ഹെൽപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു ലെറ്ററിലേക്ക് സ്ലൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് പോയിന്ററിൽ ഇരിക്കണ ക്യാരക്ടർ ആൽഫ ന്യൂമറിക് അല്ലെങ്കിൽ എന്തുണ്ടാവുമോ, ലെഫ്റ്റ് പോയിന്റർ റൈറ്റിലേക്ക് ഒരു പൊസിഷൻ സ്ലൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കോഡാണ് നമ്മളിവിടെ എഴുതിയേക്കണത്. ബൈ ലെഫ്റ്റ് പോയിന്റർ നോട്ട് ഈസ് ആൽഫ ന്യൂമറിക്. നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്, ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് സ്ട്രിങ് S ആണ്. അതിലെ ലെഫ്റ്റ് പോയിന്ററിലുള്ള ക്യാരക്ടർ അതൊരു ആൽഫ ന്യൂമറിക് അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് പോയിന്റർ റൈറ്റ് ഡയറക്ഷനിലേക്ക് സ്ലൈഡ് ചെയ്യും ഒരു പൊസിഷൻ. അപ്പോൾ ലെഫ്റ്റ് പോയിന്റർ +=1 എന്ന് എഴുതാം. ഇതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് പോയിന്ററിലുള്ള ക്യാരക്ടർ ആൽഫ ന്യൂമറിക് അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് പോയിന്റർ ലെഫ്റ്റിലേക്ക് ഒരു പൊസിഷൻ സ്ലൈഡ് ചെയ്യണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞ ഹെൽപ്പർ ഫംഗ്ഷൻ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഹെൽപ്പർ ഫംഗ്ഷൻ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് തന്നെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ സെൽഫ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കണം. ഇനി നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് പോയിന്ററിലുള്ള ക്യാരക്ടർ ആൽഫ ന്യൂമറിക് അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് പോയിന്റർ ലെഫ്റ്റിലേക്ക് ഒരു പൊസിഷൻ സ്ലൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ചെയ്യാമെന്നും പറയാം. അപ്പോൾ അതിനാണ് റൈറ്റ് പോയിന്റർ -=1 എന്ന് എഴുതിയേക്കണം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ആൽഫ ന്യൂമറിക് അല്ലാത്ത കേസുകളിൽ നമ്മുടെ റൈറ്റ് പോയിന്റേഴ്സ് ലെഫ്റ്റിലേക്ക് ഓരോ പൊസിഷൻ വീതം നീങ്ങിക്കൊണ്ട് പോകും ആൽഫ ന്യൂമറിക് കണ്ടുപിടിക്കണ വരെ. അപ്പം നമ്മൾ ലെഫ്റ്റ് പോയിന്റേഴ്സും റൈറ്റ് പോയിന്റേഴ്സും സ്ലൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എഴുതി. ഇനി അത് കമ്പയർ ചെയ്യണല്ലോ. നമ്മൾ ലെഫ്റ്റ് പോയിന്ററിലുള്ള ക്യാരക്ടറും റൈറ്റ് പോയിന്ററും സ്ഥിതി ചെയ്യുന്നിടത്തെ ക്യാരക്ടറും സെയിം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ട് കേസ് ഇൻസെൻസിറ്റീവ് സിറ്റുവേഷൻ നോക്കിയാൽ മതി. അതായത് അപ്പർ കേസ് ആണെങ്കിൽ നമുക്കത് ലോവർ കേസ് ആക്കാം. അതിനെ നമുക്ക് ലോവർ എന്ന് പറഞ്ഞ പൈത്തണിൽ ഇൻബിൽറ്റ് മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇൻപുട്ട് സ്ട്രിങ്ങിലെ റൈറ്റ് പോയിന്ററിലുള്ള പൊസിഷനിലുള്ള ക്യാരക്ടറും ഇൻപുട്ട് സ്ട്രിങ്ങിലെ ലെഫ്റ്റ് പോയിന്റർ പൊസിഷനിലുള്ള ക്യാരക്ടറും സെയിം അല്ലെങ്കിൽ അതൊരു നോൺ പാലിൻഡ്രോം. നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മുടെ ലോജിക്ക് ഫ്ലോ ഡയഗ്രാം എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ഫോൾസ് ചെയ്യണം, അതൊരു നോൺ പാലിൻഡ്രോം അല്ലാന്ന്. ഇനിയിപ്പോൾ നമ്മുടെ ലെഫ്റ്റ് പോയിന്റേഴ്സും റൈറ്റ് പോയിന്റേഴ്സും സ്ലൈഡ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ എന്താ നമ്മൾ ആദ്യത്തെ കണ്ടീഷനിൽ പറഞ്ഞേ സെയിം അല്ലെങ്കിൽ അത് നോൺ പാലിൻഡ്രോം അല്ല, സെയിം ആണെങ്കിൽ നമ്മളത് കമ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ കമ്പയർ ചെയ്തതിന് ശേഷം സെയിം ആണെങ്കിൽ നമ്മൾ വീണ്ടും ലെഫ്റ്റ് പോയിന്റർ റൈറ്റിലേക്കും റൈറ്റ് പോയിന്റർ ലെഫ്റ്റിലേക്കും
സ്ലൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് പോയിന്റ് പ്ലസ് ഈക്വൽ ടു 1 എന്നും റൈറ്റ് പോയിന്റ് ഡിക്രിമെൻറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് പോയിന്റ് മൈനസ് ഈക്വൽ ടു 1 എന്നും നമുക്ക് എഴുതാം. അങ്ങനെ റിട്ടേൺ ട്രൂ ചെയ്യുമ്പോൾ പാലിൻഡ്രോം ആണെങ്കിൽ റിട്ടേൺ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺ ഫോൾസ് ആയിരിക്കും. ഞാൻ ഈ കോഡ് റൺ ചെയ്തപ്പോൾ ഒരു എറർ ഉണ്ടായിരുന്നു. കാരണം ബൗണ്ടറി ചെക്ക് മിസ്സിങ് ആയിരുന്നു. അതായത് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് എറർ വന്നു. കാരണം നമ്മൾ ഈ വൈൽ ലെഫ്റ്റ് പോയിന്റ് ലെസ് ദാൻ റൈറ്റ് പോയിന്ററിനും വൈൽ റൈറ്റ് പോയിന്റ് ലെസ് ദാൻ ലെഫ്റ്റ് പോയിന്റർ എന്ന് പറഞ്ഞ കണ്ടീഷൻ നോക്കണം. അല്ലെങ്കിൽ ഈ പോയിന്റേഴ്സ് എവിടെ വരെ നീങ്ങുന്നതിന് ഒരു ബൗണ്ടറി ഇല്ലാണ്ടാവും. അപ്പോൾ ഇതൊരു എററാണ് ജനറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പം അതും കൂടി റിസോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോഡ് ആക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി O(n) തന്നെയാണ്. പക്ഷേ സ്പേസ് കോംപ്ലക്സിറ്റി വേറെ എക്സ്ട്രാ മെമ്മറി ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(1) ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്ത് തന്നെത്താൻ സോൾവ് ചെയ്യാൻ നോക്കുക. കുറേയും കൂടി ഒപ്റ്റിമൈസ്ഡ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.